ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇന്ന് നടന്ന SSLCയുടെ മലയാളം സെക്കൻഡിൻ്റെ ആൻസർ കീയാണ്. സോ ഇതിനു മുമ്പ് നിങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള എക്സാംസിൻ്റെ ആൻസർ കീ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആൻസറിലേക്ക് കടക്കാം. ഒന്നാമത്തേൻ്റെ ആൻസർ കൊതിയരുടെ സമാജം. രണ്ടാമത്തേതിൻ്റേത് ചാക്കുണ്ണിയുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ. മൂന്നാമത്തേത് പോകുക ഇല്ല, പോകുകയില്ല. നാലാമത്തേത് പ്രതിഷേധം. അഞ്ചാമത്തേത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കലഹം. ആറാമത്തേത് അപ്പനും മകനും പരസ്പരം കെട്ടിപ്പിടിച്ച കാഴ്ച കണ്ട് നോക്കി നിന്ന ചിരിത ആനന്ദിച്ചു. ഇനി ഏഴാമത്തേത് പുതുതലമുറ മാതൃഭാഷ അവഗണിക്കുന്നതിലുള്ള ആശങ്ക, മാതൃഭാഷ നഷ്ടമാകുന്നതിൻ്റെ വേദന. എട്ടാമത്തെ നോക്കാം. മുക്കൂറ്റിയുടെയും ദീപനാളത്തിൻ്റെയും നിറത്തിലെ സാമ്യം, അതുപോലെ ഈ ദീപക്കുറ്റികൾ നാട്ടിയ കരിവിരലിനോട് മുക്കൂറ്റിനോടുള്ള രൂപസാമ്യം, അതാണ് എട്ടാമത്തേൻ്റേത്. ഇനി ഒമ്പതാമത്തേത് കൊച്ചു ചക്കരച്ചി നൽകുന്ന ജീവിത പാഠങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രകൃതിയിൽ ആധിപത്യം ചെലുത്തുന്ന കാലഘട്ടം, സ്വാർത്ഥചിന്തരായി പ്രകൃതിയെ നശിപ്പിക്കുന്ന സമൂഹം. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ സ്വന്തം നിരീക്ഷണം ഇതിലെഴുതുക. ഇനി പത്താമത്തെ നോക്കുക. വരികളിലെ ആഖ്യാന ഭംഗി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി എഴുതുക. പിന്നെ കഥാസന്ദർഭങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഥയിൽ അമ്മയുടെ ഒറ്റപ്പെടൽ ആവിഷ്കരിച്ച മറ്റ് സന്ദർഭങ്ങൾ എഴുതുക. പിന്നീട് നിങ്ങളുടെ അഭിപ്രായം അതിൽ രേഖപ്പെടുത്തുക. ഇനി 11ാമത്തേത് ശ്രീനാരായണ സന്ദേശങ്ങളുടെ പ്രസക്തി, മതത്തിനതീതമായി മനുഷ്യത്വത്തിന് നൽകുന്ന പ്രാധാന്യം നൽകിയത്, അതുപോലെ മനുഷ്യനന്മയ്ക്ക് ഊന്നൽ നൽകിയത്. പിന്നെ നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ കുറച്ച് ലൈൻസൊക്കെ എഴുതി, നിങ്ങൾ പഠിച്ച ലൈൻസ് എഴുതിയാൽ മതി. ഇനി അടുത്തത് 12ാമത്തേത് തനിമയാർന്ന സാംസ്കാരിക പൈതൃകത്തോടുള്ള കവിയുടെ അഭിമാനബോധം, പ്രാചീന സംസ്കാരത്തോടും കലയോടുമുള്ള പുതുതലമുറയുടെ മനോഭാവം, പഴയ തലമുറയെ അവഗണിക്കുന്ന പുത്തൻ തലമുറ. പിന്നെ നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾ എഴുതുക. സോ ഇപ്പോൾ ഞാൻ ഓരോ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാട് എഴുതുക. ഇപ്പോൾ അതായത് ഇപ്പോൾ ഓരോ പോയിൻറ്റ്സ് എന്ന് പറയാൻ നേരത്ത് ഇപ്പോൾ പറഞ്ഞ ഓരോ പോയിൻറ്റ് നിങ്ങൾ നിങ്ങളുടെ ആൻസർ കീയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അത് ഓരോ ക്വസ്റ്റിന് അനുയോജ്യമായിട്ടുള്ള ഓരോ പോയിൻ്റാണ്. ഇപ്പോൾ നിങ്ങളതിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇനി വരുന്ന നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ കുറച്ച് പോയിൻറ്റ്സൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ സ്കോറും അതുപോലെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടുവാൻ സഹായിക്കുന്നതാണ്. ഇനി 13ാമത്തേതാണ്, അതായത് കഥയിൽ ചാക്കുണ്ണിക്കും റേഡിയോയ്ക്കും ഉള്ള സ്ഥാനം, സന്ദർഭത്തിൻ്റെ പ്രാധാന്യം കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ചാക്കുണ്ണിക്ക് റേഡിയോയുമായുള്ള ആത്മബന്ധം അവതരിപ്പിക്കുന്ന മറ്റ് സന്ദർഭങ്ങൾ നിങ്ങളുടെ സ്വന്തം നിരീക്ഷണത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി 14ാമത്തേത് നോക്കാം. പത്രത്തിന് സമൂഹത്തിലുള്ള സ്വാധീനം, ഭരണാധികാരികൾ പോലും ഭയപ്പെടുന്നുള്ള കാരണം, പത്രങ്ങളുടെ യാഥാർത്ഥ്യ ധർമ്മം. പിന്നെ നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാടിൽ നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിവരിക്കുക. ഇനി 15ാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉപന്യാസത്തിൻ്റെ ഘടന പാലിച്ചിട്ടുണ്ട്. ആമുഖം പ്രസക്തി വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ആമുഖത്തിൻ്റെ ഇപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന ടോപ്പിക്കിൻ്റെ ഇപ്പോഴത്തെ ഇമ്പോർട്ടൻസ്, പിന്നെ ഉചിതമായ തലക്കെട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ആ കണ്ടൻറ്റ് നല്ലപോലെ എഴുതുന്ന അതൊക്കെയായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന പോയിൻറ്റ്സ്. ഇപ്പം നമ്മൾ വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, നമ്മുടെ സമകാലിക ഇതുമായിട്ട് അതൊക്കെ ഒന്ന് ബന്ധപ്പെടുത്തി വേണം നിങ്ങൾ. 16ാമത്തെയാണ്, അതായത് പ്രഭാഷണമാണ്. അപ്പോൾ അതിൻ്റെ ഘടന നിങ്ങൾ പാലിച്ചിട്ടുണ്ടാകും, അതിനൊക്കെ മാർക്ക് കിട്ടുന്നതാണ്. പിന്നെ സമകാലിക സമൂഹത്തിൽ വൃദ്ധരുടെ അവസ്ഥ, അതുപോലെ പുതുതലമുറ വൃദ്ധരോട് കാണിക്കുന്ന സമീപനം, സമകാലിക സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കൃതികൾ, അതൊക്കെ നിങ്ങളുടെ സ്വയ അഭിപ്രായത്തിൽ നിങ്ങൾ എഴുതുക. അടുത്തത് 17ാമത്തേതാണ്, അത് നിങ്ങൾ മുഖപ്രസംഗമാണ് തയ്യാറാക്കേണ്ടത്. അതിൻ്റെ ഘടന നിങ്ങൾ പാലിച്ചിട്ടുണ്ടാകുമെന്ന് ശ്രദ്ധിക്കുക. ഉചിതമായ ഒരു ഹെഡിങ് കൊടുക്കുക. മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ പുതുതലമുറയ്ക്ക് മാതൃഭാഷയോടുള്ള സമീപനം, പിന്നെ സംസ്കാരത്തിൻ്റെ അടിത്തറ, മാതൃഭാഷയെന്ന തിരിച്ചറിവ്, അതിനെയൊക്കെ പറ്റി മാതൃഭാഷേനെയൊക്കെ പറ്റി നിങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് എഴുതുക. അതുപോലെ ഇതിൻ്റെയൊക്കെ ഫോർമാറ്റൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അതായത് നിങ്ങൾക്ക് ഇനി പബ്ലിക് എക്സാം വരാൻ നേരത്ത് പാരഗ്രാഫ് തിരിച്ച് ഹെഡിങ് ഒക്കെ എഴുതണം. അങ്ങനെയൊക്കെ നിങ്ങൾ അറിഞ്ഞു വെച്ചതിനൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്ന ടീച്ചർമാർക്കൊക്കെ അതൊരു ബെസ്റ്റ് ഇംപ്രഷനായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.